Hello, hi, and welcome to a new video. എന്നെ അറിയാത്തവർക്ക് വേണ്ടി പറയാം, ഞാൻ അഫ്ര മുജീബ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോടിലെ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഇനിയുള്ളൊരു NEET 2025 പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സീരീസ് പോലെ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ NEET ടോക്ക് സീരീസ്. അതിൽ നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യാൻ പോകുന്ന സബ്ജക്ട്സ് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി. ഈ 3 സബ്ജക്ട്സിലേക്കും നമ്മൾ ഉപയോഗിക്കുന്ന ടിപ്സും ട്രിക്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എങ്ങനെ നമ്മൾ അതിലേക്ക് ആ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നെഗറ്റീവിൽ കുറയ്ക്കാമെന്നൊക്കെ ഉള്ള ഒരു മെത്തേഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. സോ ട്യൂൺ ഇൻ ടു NEET ടോക്ക് സീരീസ്. നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന സബ്ജക്ട് ഏതാണെന്ന് വെച്ചാൽ ബയോളജിയാണ്. അപ്പോൾ ബയോളജിയിലെ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അതിൽ യൂസ് ചെയ്യുന്ന ഷോർട്ട് നോട്ട്സ്, എങ്ങനെയാണ് ഷോർട്ട് നോട്ട്സ് എഴുതുക എന്നുള്ളത് കാണിച്ചു തരാനുണ്ട്. പിന്നെ അതിന് കൂടാതെ തന്നെ നമ്മൾ NCERT ആണ്, എല്ലാവർക്കും അറിയാം NCERT നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ NCERTയിൽ നമ്മൾ എങ്ങനെയാണ് ബുക്ക് മാർക്കിങ്സ് ഒക്കെ കൊടുക്കുക എന്നുള്ളതും ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. നമുക്ക് ബയോളജി എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ നോക്കാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറയട്ടെ, നമ്മൾ എപ്പോഴും ഈസിയാന്ന് വിചാരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ബയോളജി. നമ്മൾ എപ്പോഴും ഈസിയാന്ന് വെച്ചാൽ അധികം എഫേർട്ട് കൊടുക്കാതെ ജസ്റ്റ് ഇങ്ങനെ വായിച്ച് വിട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ബയോളജി. പക്ഷേ ഇതുവരെ NEET എക്സാം ഓൾറെഡി അറ്റംപ്റ്റ് ചെയ്തവർക്ക് അറിയാം, അല്ലെങ്കിൽ MCQസും മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തവർക്ക് അറിയാം, ഏറ്റവും കൂടുതൽ നമുക്ക് നെഗറ്റീവ് വരുന്നതും ബയോളജി സബ്ജക്റ്റിലായിരിക്കും. സോ ഇതിനെ മീൻസ് ഈ ഒരു നെഗറ്റീവ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ റിവിഷനെ കുറച്ചും കൂടി എയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ദിശ പബ്ലിക്കേഷൻസിൻ്റെ NCERT ടാബ്ലറ്റ് ബയോളജി. ഈ ബുക്കിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഒരു ചാപ്റ്റർ വായിക്കുന്ന ടൈമിൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഏതാണെന്ന് ചിലപ്പോൾ മനസ്സിലാവാത്ത രീതിയിലുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഈ ബുക്കിൽ നമ്മൾ പഠിക്കുന്ന ബയോളജിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സിനും 10 യൂണിറ്റ് ആക്കി മാറ്റിയിട്ട് ആ ഓരോ യൂണിറ്റിലും ഓരോ ചാപ്റ്റേഴ്സിനെ വെച്ചിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണിച്ചത് സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ്, ഇപ്പോൾ ടോപ്പിക് തന്നെ ഓരോ ടോപ്പിക് യൂണിറ്റിൽ തന്നെ ഓരോ ടോപ്പിക്കായി തിരിച്ചിട്ട് സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ് എന്നുള്ള രീതിയിൽ പ്രൈമറി സ്ട്രക്ചർ, സെക്കൻഡറി സ്ട്രക്ചർ, അതിലെന്താണോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് അത് നമുക്ക് റെഡിലും കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ആ ഒരു രീതിയിൽ സ്പെഷ്യൽ ആയിട്ടുള്ള അവരുടെ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ കാണാതെ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ പറയാം, ന്യൂമോണിക്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു സാധനം പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഓർഡർ പഠിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ APC of GS നമ്മളെപ്പോഴും പറയാം കിങ്ഡം, ഫൈലം, ക്ലാസ്, ആ സംഭവമില്ലേ. അപ്പോൾ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ NEET എക്സാം ചെയ്യുന്ന ടൈമിൽ MCQൻ്റെ ടൈമിൽ നമുക്ക് കൺഫ്യൂസ്ഡ് ആയിപ്പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ആ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പഠിക്കാനുള്ള നിമോണിക്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ഒരു ചാപ്റ്ററിൽ ഏതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ടേക്ക് റെപ്റ്റീലിയ, കണ്ടോ? റെപ്റ്റീലിയൻ്റെ ക്ലാസ് റെപ്റ്റീലിയൻ എന്നുള്ള ക്വസ്റ്റ്യൻസിൽ കുറേ സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സെൻറ്റൻസിൽ ഏതൊക്കെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയി വന്നിട്ടുള്ളതെന്നും അതിൻ്റെ ഉള്ളിൽ ബ്രാക്കറ്റായി നോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എങ്ങനെയാണോ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് ഏതാണ്, അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 1 ലൈനർ ഫോർമാറ്റിൽ കൊടുക്കുമ്പോൾ, പിന്നെ ന്യൂമോണിക്സ് കൊടുക്കുന്ന ഓരോ ടോപ്പിക്കിൻ്റെ നോളജ് ബോക്സസ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്ന ടൈമിൽ നമ്മളൊരു ബയോളജി കംപ്ലീറ്റ്ലി പഠിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ബയോളജി ഓൾറെഡി ഒരു പ്രാവശ്യം വായിച്ച് കഴിഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ബുക്ക് എടുത്ത് റിവൈസ് ചെയ്താൽ തന്നെ നമുക്ക് കൂടുതൽ പോയിന്റ്സ് വീണ്ടും വീണ്ടും ഓർമ്മ വരും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ് ദിശ പബ്ലിക്കേഷൻസിൻ്റെ NCERT ടാബ്ലറ്റ് ബയോളജി. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്ക് തന്നെയായിരിക്കും. സോ നൗ സ്റ്റാർട്ടിങ് ഫ്രം ആ ടെക്സ്റ്റ് ബുക്ക് പാർട്ട്. നമുക്ക് എല്ലാവരും +2 കഴിഞ്ഞ കുട്ടികളായിരിക്കുമല്ലോ എന്തായാലും ഇത് കാണുന്ന, ഈ വീഡിയോ കാണുന്ന നീറ്റിന് +1 +2 പഠിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ +2 കഴിഞ്ഞ കുട്ടികൾ. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ +1 +2 സിലബസ് വന്നാൽ NCERT ആണ്, NCERT ടെക്സ്റ്റ് ബുക്കാണ്. ഇതാണ് എൻ്റെ NCERT ബയോളജി ടെക്സ്റ്റ് ബുക്ക്. ഉപയോഗിച്ച് അവസാനം ഞാൻ ടേപ്പ് ഒട്ടിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പം ഈ NCERT ടെക്സ്റ്റാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന NCERT ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ സൈഡിൽ എപ്പോഴും നമുക്ക് സ്പേസ് ഉണ്ടാവും. ഏത് SCERT ആണെങ്കിലും NCERT ആണെങ്കിലും സൈഡിൽ ഇങ്ങനെ സ്പേസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കോ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഒപ്പം തന്നെ നെക്സ്റ്റ് നമ്മൾ അടുത്ത പ്രാവശ്യം വായിക്കുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് കാര്യമാണോ നോക്കേണ്ടത് അതൊന്ന് സൈഡിലേക്ക് എഴുതി വെക്കാൻ പറ്റിയ രീതിയിലാണ് ഈ NCERT ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് അവർ അറിയാതെ ഡിസൈൻ ചെയ്തതാണോ അത് അറിഞ്ഞുകൊണ്ട് ഡിസൈൻ ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. നീറ്റിൻ്റെ ആസ്പെക്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ ഒരു ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാൽ ആ ടൈമിൽ നമുക്കതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ അപ്പുറത്തെ സൈഡിലേക്ക് എഴുതി വെക്കുമ്പോൾ
കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ടൈം നമ്മളത് വായിക്കുന്ന ടൈമിൽ ഫുൾ നമുക്ക് വായിക്കേണ്ട ആവശ്യമില്ല. ആ ടൈം നമ്മൾ സൈഡിൽ എന്താണ് എഴുതി വെച്ചത് അത് ജസ്റ്റ് ഒന്ന് വായിച്ച് പോയാൽ തന്നെ ആ ഒരു പാരഗ്രാഫിൽ എന്താണോ പറയുന്നത് അത് നമുക്ക് മനസ്സിലാവും. ബയോളജിന്റെ കേസ് പറയുകയാണെങ്കിൽ എപ്പോഴും പറയാം സ്റ്റിക്ക് ഓൺ ടു NCERT. NCERTന് പുറത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ പണ്ടത്തെ കാലത്ത് നീറ്റ് എക്സാമിനേഷൻ, അത് നീറ്റ് ആവുന്നതിന് മുന്നേ ഓൾ ഇന്ത്യ AAPT എന്ന് പറയുന്ന എക്സാം ആയിരുന്നു. ആ ടൈമിലൊക്കെ എന്തായിരുന്നു, അപ്പം പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് 2020 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി NCERT നിന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. ഈവൻ NCERT ക്വസ്റ്റ്യൻ വന്നിട്ട് പോലും നമ്മൾ തെറ്റിക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. സോ സ്റ്റിക്ക് ഓൺ ടു NCERT തന്നെ പഠിക്കുക. പിന്നെ NCERT എങ്ങനെ വായിക്കേണ്ടതെന്നുള്ളത് ഒരു പ്രാവശ്യം നമ്മൾ വായിക്കുന്ന ടൈമിൽ നമുക്ക് കുറേ ടൈം എടുക്കും. ഒരു ചാപ്റ്റർ നമ്മൾ ഫസ്റ്റ് ടൈം വായിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യം നല്ല ടൈം എടുക്കും. ഒരു 2 to 3 hours എന്തായാലും ഒരു ചാപ്റ്ററിന് എടുക്കും. ആനിമൽ കിങ്ഡം പോലത്തെ ചാപ്റ്റേഴ്സ് ആണെങ്കിൽ അതിൽ ഓരോ എക്സാമ്പിൾസ് നമ്മൾ കാണാതെ പഠിക്കുമ്പോൾ അതിനേക്കാളും സമയം എടുക്കും. ഓക്കെ, പക്ഷേ ഫസ്റ്റ് ടൈം മാത്രമേ ഇത്ര സമയം എടുക്കുന്നുണ്ടാവും. നെക്സ്റ്റ് ടൈം സെക്കൻഡ് ടൈം നിങ്ങൾ പഠിക്കുന്ന ടൈമിലാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ടൈം എടുക്കില്ല, കുറച്ചും കൂടി ടൈം കുറയുക ചെയ്യാം. അപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം വായിക്കുമ്പോൾ തന്നെ വായിക്കുക, ഒരു പാരഗ്രാഫ് വായിക്കുക, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുക. ഫുള്ളായിട്ട് പെയിന്റ് അടിച്ച് വെക്കാനല്ല പറയുന്നത്, ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് 1 വേർഡ് എന്തെങ്കിലും കാണാതെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് സൈഡിലേക്ക് എഴുതി വെക്കുക. അതാണ് മെയിനായിട്ട് NCERT ടെക്സ്റ്റ് ബുക്സ് വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ടൈം വായിക്കുമ്പോൾ ഒരു പക്ഷേ 2 to 3 hours എടുക്കും. പക്ഷേ നെക്സ്റ്റ് ടൈം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളൊരു 1 hourലേക്ക് കുറയും. പിന്നെ ഒന്നും കൂടെ വായിക്കുന്ന ടൈമിലാണ് അതൊരു 30 minutesലേക്കോ അല്ലെങ്കിൽ ഒരു ഡയഗ്രാം റീഡിങ് പോലെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി പോകാൻ പറ്റുക. നെക്സ്റ്റ് തിങ് അബൌട്ട് സ്റ്റഡിങ് ബയോളജി എന്ന് പറഞ്ഞാൽ ഇതിൽ കണ്ടില്ലേ ഈ ഫിഗേഴ്സ് ഒക്കെ കണ്ടില്ലേ, പ്ലാന്റ് കിങ്ഡം എന്നുള്ള ചാപ്റ്ററിലെ ഫിഗേഴ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ ഈ ഫിഗേഴ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പക്ഷേ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരാം, അല്ലെങ്കിൽ ഇത് കൊടുത്തിട്ട് ഇതിന് എന്തെങ്കിലും ഫീച്ചേഴ്സ് 4 ഓപ്ഷനായിട്ട് കൊടുത്തിട്ട് ഇതിൽ ഏതൊക്കെയാണ് റൈറ്റ് ഏതൊക്കെ റോങ് എന്നുള്ളത് വരാം. അങ്ങനെ ഇപ്പം എക്സ്ക്ലൂഡിങ് എക്സെപ്ഷൻസ് അതൊക്കെ വരാം. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിലുള്ള ഓരോ ഫിഗറും ഇമ്പോർട്ടൻ്റ് അല്ല വിചാരിക്കരുത്. എല്ലാ ഫിഗറും ഇമ്പോർട്ടൻ്റ് ആണ്. NCERT ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ കൊടുത്തത് അതൊക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഓരോ വർഷവും നീറ്റിൻ്റെ സിലബസ് വരുന്നതിനനുസരിച്ച് ചിലപ്പം ഓരോ ടോപ്പിക്സ് മാത്രം കട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഫിഗേഴ്സിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. നമ്മളൊരു പക്ഷേ വിചാരിക്കും ഫിഗറൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാന്ന്. എക്സാം വരുന്ന ടൈമിൽ ഫിഗേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് +1 ടെക്സ്റ്റ് ബുക്കാണ്. ഞാൻ അത് വെച്ചിട്ടാണ് ഒരു സാമ്പിൾ പറയുന്നത്. പിന്നെ ഈ ആനിമൽ കിങ്ഡം ചാപ്റ്ററിലേക്ക് വരുന്ന ടൈമിൽ കുറേ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ടാവും. ഈ എക്സാമ്പിൾസ് ഒക്കെ ക്വസ്റ്റ്യനായി ചോദിച്ചിട്ടുണ്ട്. ഈ എക്സാമ്പിളിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്, ഒരുമിച്ച് ഇപ്പോൾ കാങ്കറിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താ അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മാച്ച് ദ ഫോളോയിങ് ഉണ്ടാവും. അപ്പം അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഫിഗേഴ്സും നിങ്ങൾ പഠിക്കണം. ഫിഗേഴ്സിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കണം. എപ്പോഴും നമ്മൾ വിചാരിക്കും ഫിസിക്സിലും കെമിസ്ട്രിയും നമ്മൾ പഠിക്കുന്ന സമയത്ത് അത് രണ്ടിലും ന്യൂമറിക്കൽസും പ്രോബ്ലംസും വരുന്നതുകൊണ്ട് MCQ ക്വസ്റ്റ്യൻസ് നമ്മൾ കുറേ അറ്റംപ്റ്റ് ചെയ്യും. പക്ഷെ ബയോളജിയുടെ കേസ് വരുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, MCQ ക്വസ്റ്റ്യൻസ് അപ്പാടെ ഒഴിവാക്കുന്ന ഒരു സംഭവമുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ബയോളജിയിൽ നമ്മൾ പഠിച്ചോ അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ നമുക്ക് മനസ്സിലായോ എന്ന് മനസ്സിലാവുന്നത് MCQ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്ത് അതിൽ മാക്സിമം നെഗറ്റീവ് കുറയുമ്പോഴാണ്. അപ്പം അതിലേക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു സജഷനാണ് MCQ ക്വസ്റ്റ്യൻസ് മിനിമം ഒരു ചാപ്റ്ററിൽ മിനിമം 50 MCQ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം. നിങ്ങളൊരു ഫസ്റ്റ് ടൈം ആ ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാൽ അത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു 50 ക്വസ്റ്റ്യൻസ് എങ്കിലും അറ്റംപ്റ്റ് ചെയ്യുക. സെക്കൻഡ് ടൈം ആ ചാപ്റ്റർ വായിക്കുകയാണെങ്കിലും 50 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക. ഈ 2 50 ക്വസ്റ്റ്യൻസും സെയിം ആവണം എന്നില്ല. ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ആ ഒരു റിസോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് വലുതാവുകയെ ചെയ്യുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു ടൈം വായിക്കുന്ന ടൈമിലാണെങ്കിൽ 50 ക്വസ്റ്റ്യൻസ് MCQs അറ്റംപ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ടൈം വായിക്കുന്ന ടൈമിൽ 50 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക. ആ ഒരു കൂട്ടത്തിൽ നമുക്കിങ്ങനെ കാണുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കൂടി വരും. എല്ലായ്പ്പോഴും നീറ്റ് എക്സാമിന് പോകുന്ന ടൈമിൽ നമ്മൾ കാണാത്ത ഒരു ക്വസ്റ്റ്യനും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവരുത്. ഓൾറെഡി നമ്മൾ ഒരു പൂൾ ഓഫ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടാവും. ആ ക്വസ്റ്റ്യൻസിൻ്റെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്പറോ ന്യൂമറിക്കൽസോ അല്ലെങ്കിൽ ഒരു ഓപ്ഷനോ മാറിയതായിരിക്കണം നമുക്ക് എക്സാമിന് കാണുന്നുണ്ട്. കാരണം 1 മിനിറ്റാണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ അവിടെ ഉള്ളത്. ആ 1 മിനിറ്റിനുള്ളിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിച്ച് അതിന് 4 ഓപ്ഷനുകൾ നമ്മൾ ജഡ്ജ് ചെയ്യണം. ലൈക്ക് ഇതിൽ 50-50 നമുക്ക് എന്തായാലും ക്രോസ് ഔട്ട് ചെയ്യാൻ പറ്റണം. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ എന്തായാലും ഒരു ബയോളജി പഠിക്കുന്ന ടൈമിൽ MCQs അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കണം. ഒരു മിനിമം 50 ക്വസ്റ്റ്യൻസ് എങ്കിലും ഒരു ചാപ്റ്ററിന് അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കാം. പിന്നെ ഒരു പ്രോ ടിപ്പ് പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ ബയോളജിയിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ സൈഡ് ഉണ്ടെന്ന്. അപ്പം ഓരോ ചാപ്റ്ററിൽ ഇപ്പം ഈ ഒരു ചാപ്റ്ററിന് പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ ചിലപ്പം കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കുറേ ഹോർമോൺസ് പഠിപ്പിക്കുന്ന ചാപ്റ്ററാണ്. അപ്പോൾ കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ടൈമിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് ഫുൾ ക്ലിയർ ആയിരിക്കും, നമ്മൾ ഫുൾ കോൺഫിഡൻ്റ് ആയിരിക്കും, ഓക്കെ ഈ ചാപ്റ്റർ എനിക്ക് അടിപൊളിയാണെന്നുള്ളത്. പക്ഷേ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നപ്പോഴാണ് മനസ്സിലായത് അത് അവിടെ എത്തി കൺഫ്യൂഷനായി. എത്തിലിനാണോ ഗിബ്രലിനാണോ മൊത്തം കൺഫ്യൂഷനായി. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പ്രാവശ്യം നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ MCQs അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് നിങ്ങൾ തെറ്റ്, എന്തൊക്കെയാണ് നെഗറ്റീവ്സ് എന്നുള്ളത്. ഈ സംഭവം ഈ നിങ്ങൾ നെഗറ്റീവ് ആക്കിയ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ സൈഡിൽ എഴുതി വെക്കാൻ ശ്രമിക്കുക.
അങ്ങനെ എഴുതി വെക്കാൻ ശ്രമിക്കുന്നതിലൂടെ നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ഇമ്പ്രൂവ് ആവും. പിന്നെ നിങ്ങൾ എപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന ടൈമിലും ആ ഒരു ക്വസ്റ്റ്യൻ കാണും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഞാൻ പണ്ട് തെറ്റിച്ച ക്വസ്റ്റ്യൻ ആണല്ലോ, അപ്പം ഇനി ആ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ തെറ്റിക്കരുത് എന്നുള്ളത്. ഇത് പറഞ്ഞൊരു സ്കിൽ ഡെവലപ്മെന്റ് ആണ്. സത്യം പറയട്ടെ, നീറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിലൂടെ എനിക്ക് മനസ്സിലായത് സ്കിൽ ഡെവലപ്മെന്റ് ആണ്. നിങ്ങൾ ഒരു കുറേ നോളജ് ഉണ്ടാക്കി അവിടെ പോയിട്ട് എഴുതി അടിപൊളിയാക്കി ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കലല്ല. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇത്ര ഒരു ടൈമിനുള്ളിൽ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്ത് എങ്ങനെ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യും, എങ്ങനെ നമ്മൾ അതിനെ ആൻസർ ചെയ്യും. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തീരെ പരിചയമില്ലാത്തൊരു ക്വസ്റ്റ്യൻ വന്നാൽ പോലും ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ എങ്ങനെ ആൻസറിലേക്ക് എത്തും എന്നുള്ളൊരു സ്കില്ലാണ് നമുക്ക് വേണ്ടത്. അപ്പം എന്ത് ചെയ്യുക, നിങ്ങളൊരു ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് വായിച്ചു കഴിഞ്ഞ് അതിൽ നിന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തു, ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നെഗറ്റീവ് വന്നു, ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല, ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ കൺഫ്യൂസ് ആയി എന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ സൈഡിൽ തന്നെ എഴുതി വെച്ചോ. ക്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രീൻ കളർ പെന്നിനോട് എഴുതി വെച്ചോ. അതോടെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി. നെക്സ്റ്റ് ടൈം ഇനി ഏത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നിങ്ങളത് തെറ്റിക്കില്ല. ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ കോൺഫിഡൻ്റ് ആവണം. നിങ്ങൾ അത്രയും നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം. ഇനി എൻ്റെ ഒരു കാര്യം പറയാം, ഞാൻ 3rd അറ്റംപ്റ്റിലാണ് നീറ്റ് ക്രാക്ക് ചെയ്ത് കയറിയത്. ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ +2 കൂടെ എഴുതിയത്. ആ സമയത്താണ് കോവിഡ് വന്നത്. അതോടെ ഞങ്ങൾ പ്രിപ്പറേഷൻ, ഞാൻ ഇൻ്റഗ്രേറ്റഡ് സ്കൂളായിരുന്നു പഠിച്ചത്. അപ്പം അത് കഴിഞ്ഞ് ലാസ്റ്റ് ആയ ടൈമിലേക്ക്, ബോർഡ് എക്സാം ആയ ടൈമിലേക്ക് കോവിഡ് വന്ന് എക്സാംസ് ഒക്കെ കൊളായി, എല്ലാവരും വീട്ടിലായി, പഠിത്തമൊക്കെ. അപ്പോഴാണെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് വളർന്നു വരുന്നേ ഉള്ളൂ. അപ്പോൾ ആ ടൈമിലാവുന്ന ടൈമിൽ ഓൺലൈനായിട്ട് എക്സാം ചെയ്താലൊന്നും അത്ര ഫീസിബിൾ ആയിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് എന്ത് പറ്റി, ആ പ്രിപ്പറേഷൻ മൊത്തത്തിൽ കൊളായി. ഫസ്റ്റ് അറ്റംപ്റ്റ് എനിക്ക് കിട്ടിയില്ല. എൻ്റെ സ്കോർ 454 ആയിരുന്നു എൻ്റെ സ്കോർ നീറ്റിൻ്റെ. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ 454 ആയിരുന്നു. സെക്കൻഡ് അറ്റംപ്റ്റിൽ ഞാൻ എഴുതിയ ടൈമിൽ 2021 ഞാൻ എഴുതുന്നത്. ആ സമയത്ത് എന്താ സംഭവിച്ചത്, അപ്പോഴും ഓൺലൈൻ പ്രിപ്പറേഷൻ ആയിരുന്നു. എനിക്ക് പറഞ്ഞാൽ ഓൺലൈൻ ഞാൻ വളരെ ഡിസ്ട്രാക്റ്റഡ് ആവും. ഫോണോ അല്ലെങ്കിൽ യൂട്യൂബ്, ഇൻസ്റ്റ, ഞാൻ വളരെ ഡിസ്ട്രാക്റ്റഡ് ആവും. ഞാനിപ്പോൾ കുറേ ടിപ്സ് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു കാലത്ത് ഞാൻ വളരെ ഡിസ്ട്രാക്റ്റഡ് ആയിക്കൊണ്ടിരുന്നത്. അപ്പോൾ 2021 എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന സ്കോർ 555 ആണ്. അതും കഴിഞ്ഞ് ആ സമയത്തൊക്കെ ബയോളജി എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസിൽ ഇങ്ങനെ പോകും, 300 റേഞ്ചിൽ ഇങ്ങനെ പോകുന്നുള്ളൂ. പക്ഷേ നമുക്കൊരു നീറ്റ് ക്രാക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരു നല്ല ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മാർക്ക് വേണം. കഴിഞ്ഞ പ്രാവശ്യം ഈ 2024 കുറിച്ച് എല്ലാവർക്കും അറിയാം, ഭയങ്കരമായിട്ടുള്ള ഒരു റാങ്ക് ഇൻഫ്ലേഷൻ വന്നു. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ 690+ മാർക്ക് വേണമെന്നുള്ള വരെ അവസ്ഥയായി. അപ്പോൾ ആ രീതിയിലേക്കാണ് ഇനിയുള്ള കാലത്തേക്ക് കോമ്പറ്റീഷൻ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ സ്കോർ അടിക്കാനുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കണം എന്ന് തന്നെ പറയാം. അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പം ലാസ്റ്റ് അറ്റംപ്റ്റ് മീൻസ് എൻ്റെ 2022 ഞാൻ നീറ്റിന് 650 മാർക്സ് ഉണ്ടായിരുന്നത്. ഓൾ ഇന്ത്യ റാങ്ക് 4509 ആയിരുന്നു. പിന്നെ കേരള റാങ്ക് 321 ആയിരുന്നു. അപ്പം ആ ഒരു 650 സ്കോറിൽ കേരള അലോട്ട്മെൻറ്റിലൂടെയാണ് ഞാൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കയറുന്നത്. അപ്പോൾ ആ സമയത്ത് ബയോളജി മാക്സിമം ഞാൻ എന്ത് ചെയ്തു, പഠിച്ചു. എങ്ങനെ പഠിച്ചു വെച്ചാൽ ഒരു പ്രാവശ്യം നല്ല ടെക്സ്റ്റ് വായിച്ചത്, കുറേ പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ടെക്സ്റ്റ് ബുക്ക് വായിച്ചു, ടെക്സ്റ്റ് ബുക്ക് ഫുൾ വായിക്കുന്നു, ഒരു ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞു. പിന്നെ അതിൻ്റെ എക്സാം ആവുന്ന ടൈമിൽ അതിൻ്റെ തലേന്ന് ഇരുന്ന് വായിച്ചു. പിന്നെ ജസ്റ്റ് അന്ന് രാവിലെ ഒന്ന് എടുത്ത് റിവൈസ് ചെയ്തു. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ എക്സാം എഴുതുമ്പോഴാണ് മനസ്സിലാവുക നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. 4 ഓപ്ഷൻ ഒരേപോലെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. നിങ്ങൾക്ക് പഠിക്കുന്ന കുട്ടിക്ക് മനസ്സിലാവും. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തീരെ പഠിച്ചിട്ടില്ല എന്നുള്ളതെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് പോകുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പക്ഷെ അതിൻ്റെ നടുവിൽ നിൽക്കുന്ന ആൾക്കാരല്ലേ, അറിയുമെന്ന് ചോദിച്ചാൽ അറിയാം, പക്ഷേ അത് ക്ലിയർ ആയിട്ട് അറിയില്ല. ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ടൈമിലായിരിക്കും ഒരു പക്ഷേ നമ്മൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവുക. അവിടെ എത്തുമ്പോൾ 4 ഓപ്ഷൻ കാണുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും, എന്താ ചെയ്യേണ്ടതെന്ന് അവസ്ഥ അറിയില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, എക്സാമിന് നിങ്ങൾ കയറുന്നതിന് മുന്നേ നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും ആ ടെക്സ്റ്റ് ബുക്ക് മൊത്തം വായിക്കാൻ നമുക്ക് സമയമുണ്ടോയെന്ന്. ഇല്ല. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കണ്ടുപിടിച്ചൊരു മെത്തഡാണ്. ഞാൻ സ്വന്തമായിട്ട് പറഞ്ഞാൽ എനിക്ക് ഈ ഒരു മെത്തഡ് ആരും പറഞ്ഞു തന്നില്ല. എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തപ്പോഴാണ് മാർക്ക് കൂടിയെന്ന് മനസ്സിലായി. അപ്പോൾ എന്താ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു ചെറിയ നോട്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇങ്ങനെ കുഞ്ഞി സ്പൈറൽ നോട്ടില്ലേ, ഈ കുഞ്ഞി സ്പൈറൽ നോട്ടിലാണ് ഞാൻ ബയോളജിൻ്റെ ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പോൾ ഓരോ ഡെഫിനേഷനും എഴുതി വെക്കലല്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചത് എവല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണിത്. ഓക്കെ, എവല്യൂഷൻ എന്ന ചാപ്റ്ററിൽ എപ്പോഴും എനിക്ക് മറന്നു പോകുന്ന കാരണം യൂണിവേഴ്സ് എത്ര വർഷം മുന്നേ ഉണ്ടായത്, എർത്ത് എത്ര വർഷം മുന്നേ ഉണ്ടായത്, ലൈഫ്, ആ സംഭവം. പിന്നെ സയൻറ്റിസ്റ്റുകളുടെ നെയിം, ഇത് മാത്രം, ഏതൊക്കെ ഇയർ, സയൻറ്റിസ്റ്റിൻ്റെ നെയിം, നമ്മൾ എപ്പോഴും മറന്നു പോകുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ ഡിജിറ്റ്സ് ആയിരിക്കും നമുക്ക് മറന്നു പോവാം. അപ്പോൾ ആ സംഭവങ്ങൾ മാത്രം എഴുതി വെക്കും. എവല്യൂഷൻ്റെ ചാപ്റ്റർ പറയുകയാണെങ്കിൽ അങ്ങനെയാണ്. പിന്നെ എല്ലാ ചാപ്റ്ററും ഞാൻ അത്യാവശ്യം അവസാനം ആകുമ്പോഴേക്ക് എക്സാമിന് ഓരോ എക്സാമിന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നെഗറ്റീവ് തരുന്നത് അതിൻ്റെ
ഒക്കെ ഒരു വാല്യൂസ് അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് ആക്കിയിട്ട് ഞാനിങ്ങനെ എഴുതിയത്. ഇപ്പോൾ ബയോഡൈവേഴ്സിറ്റി ചാപ്റ്ററാണ്. അപ്പോൾ ഓരോ ചാപ്റ്ററിലും ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഓരോ എക്സാം എഴുതുമ്പോഴും സ്കോർ കൂടാൻ തുടങ്ങി. ആ എക്സാമിന് കയറാൻ പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഇതൊന്നും എടുത്ത് മറിച്ച് നോക്കും. അപ്പോൾ മനസ്സിലായി കഴിഞ്ഞ എക്സാമിൽ ഞാനത് തെറ്റിച്ചിട്ടുണ്ട്, അപ്പോൾ ഇനി അടുത്ത എക്സാമിൽ ഞാനത് തെറ്റിക്കരുത് എന്നുള്ളത്. ഈ ഒരു ബുക്ക് കാരണമാണ് ഒരു പക്ഷെ എനിക്ക് നീറ്റായി കിട്ടിയിട്ടുണ്ടാവുക. പിന്നെ അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളതാണ് എൻ്റെ ഷോർട്ട് നോട്ടിൻ്റെ ബുക്ക്, ഈ സ്പൈറൽ നോട്ട്. ഇതിലും എൻ്റെ ഫുൾ ഷോർട്ട് നോട്ട്സ് ഒക്കെ ആയിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയും കിട്ടുക, പക്ഷെ എല്ലാ ചാപ്റ്റേഴ്സും ഉണ്ടായിരുന്നില്ല. ബയോളജിയിൽ ഇത് മാത്രം, ഇത്ര ചെറിയൊരു ബുക്ക് മാത്രമാണ് ഇങ്ങനെ ഹെൽപ്പ് ചെയ്തത്. അപ്പം അതും നിങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇതിൻ്റെ ജസ്റ്റ് ഞാൻ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം, എങ്ങനെയാണ് ഞാൻ എഴുതിയത് എന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ നീറ്റ് എക്സാമിന് മുന്നേ, നീറ്റ് എക്സാം ആവട്ടെ, നിങ്ങൾ എഴുതാൻ പോകുന്ന മോക്ക് ടെസ്റ്റ് ആവട്ടെ, ആ രീതിയിൽ നിങ്ങൾ മുന്നേ റിവൈസ് ചെയ്ത് കയറിയിട്ടുണ്ടെങ്കിൽ മാക്സിമം നെഗറ്റീവ്സ് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ നമ്മൾ കൺഫ്യൂസ് ആകാൻ പോകുന്നൊരു സാധനം അസേഷൻ റീസൺ മാത്രമാണ്. അത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ, കുറച്ച് പൂളേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിൽ നമുക്ക് ടോപ്പിക്സ് ജനറലി അറിയാൻ നമ്മൾ മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ അസേഷൻ റീസൺ ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ചെറിയ സിമ്പിളായിട്ടുള്ള വൺ വേർഡാണ് നമ്മൾ എപ്പോഴും തെറ്റിക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര സിമ്പിളാണ്, നമ്മൾ നാലാമത്തെ ഓപ്ഷൻ ഒന്നും വായിക്കാൻ നിൽക്കില്ല, അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, ഓപ്ഷൻ ഇട്ടിട്ട് പോകും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യുമ്പോഴും ക്വസ്റ്റ്യൻ വൃത്തിക്ക് വായിക്കാൻ നോക്കണം. നല്ല രീതിയിൽ വായിച്ച് അതിൽ 4 ഓപ്ഷനും കണ്ടതിന് ശേഷം മാത്രം അറ്റൻഡ് ചെയ്യുക. OMR ഷീറ്റാണ്, എല്ലാവർക്കും അറിയാലോ OMR ഷീറ്റാണ്. അതിൽ ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ തീർന്ന്, പിന്നെ നമുക്ക് മാറ്റാൻ കഴിയൂല. പിന്നെ നമ്മൾ ടെൻസ്ഡ് ആവും, പിന്നെ നമുക്ക് എക്സാമിൻ്റെ അവിടെ നിന്ന് ഫുൾ ടെൻഷനായി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമ്മൾ അത്രയും കാലം പ്രിപ്പയർ ചെയ്ത സംഭവമൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അതോടെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, കൊളാവാ ചെയ്യുക. അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് റിവിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഞാൻ പഠിച്ചത് റേസിലായിരുന്നു. അപ്പോൾ റേസിലത്തെ ബുക്ക് നല്ലതായിരുന്നു, അവിടുത്തെ ബുക്ക് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ യൂസ് ചെയ്ത മെറ്റീരിയൽ MTGൻ്റെ ബുക്കാണ്, MTG ചാമ്പ്യൻ എന്ന് പറഞ്ഞ ബുക്കാണ്. അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ബയോളജിയിൽ കൂടുതലായിട്ട് വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, അത് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ യൂസ് ചെയ്തത് ഫുള്ള് മോക്ക് ടെസ്റ്റുകൾ, മീൻസ് 720 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെ ചെയ്ത് ശീലമായി. പിന്നെ എപ്പോഴും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയാണോ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ഒരു പ്രാവശ്യം എക്സാം കഴിഞ്ഞു, അതെടുത്ത് കളയല്ല വേണ്ടത്, എടുത്ത് വെക്കുക. പരമാവധി പറ്റുകയാണെങ്കിൽ നിങ്ങൾ അതിൽ മാർക്കേ ചെയ്യാതിരിക്കുക, മീൻസ് നിങ്ങൾ ഓപ്ഷൻസ് മാർക്ക് ചെയ്യാതിരിക്കുക. നെക്സ്റ്റ് വീക്ക് അതെടുത്ത് വീണ്ടും ഇതാക്കുക. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഡൗട്ട് ഉണ്ടാവുക എത്ര ഫ്രീക്വൻസിലാണ് നമ്മൾ റിവൈസ് ചെയ്യേണ്ടതാണെന്നാണ്. നിങ്ങളൊരു ചാപ്റ്റർ പഠിച്ചു, നെക്സ്റ്റ് വീക്ക് ആകുമ്പം അതെടുത്ത് റിവൈസ് ചെയ്യണം എന്ന് ഞാൻ പറയും. പക്ഷെ അത് പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കണം എന്നില്ല. പക്ഷെ ഈ നിങ്ങൾ പഠിച്ച ഈ ചാപ്റ്ററിൻ്റെ എക്സാം എപ്പോഴെങ്കിലും വരുന്നുണ്ട്, അല്ലെങ്കിൽ വീക്ക്ലി ടെസ്റ്റ് മന്ത്ലി ടെസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റിന് മുന്നേ നിങ്ങൾ ആ ചാപ്റ്റർ വായിച്ചിട്ട് തന്നെ പോകണം. നിങ്ങൾ എപ്പോഴും ലാസ്റ്റിലേക്ക് പഠിക്കാൻ, അല്ലെങ്കിൽ ലാസ്റ്റത്തെ എക്സാമിൽ അടിപൊളിയാക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴത്തെ മോക്ക് ടെസ്റ്റിൽ എത്ര മാർക്കാണോ കിട്ടുന്നത് അത്ര മാർക്ക് മാത്രമേ ലാസ്റ്റിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾ തുടങ്ങാം. ഇനി 2025 ഡേറ്റ് വരാൻ കാത്തു നിൽക്കരുത്. പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു മിനിമം 6 months പ്രിപ്പറേഷനെങ്കിലും നിങ്ങൾക്ക് വേണം. എൻ്റെ ഒരു കേസിൽ ഒരു 6 months ആണ് ഞാൻ വൃത്തിക്ക് പഠിച്ചത്, വിത്തൗട്ട് ഫോൺ, വിത്തൗട്ട് ഇൻസ്റ്റഗ്രാം, വിത്തൗട്ട് സോഷ്യൽ മീഡിയ. ആ ഒരു രീതിയിലാണ് ഞാൻ പഠിച്ചത്. 6 months റുട്ടീനായിട്ടാണ് പഠിച്ചത്. ആ ഒരു റുട്ടീനൊക്കെ നമുക്ക് ഈ നീറ്റ് ടോക്ക് സീരീസിൽ തന്നെ ചെയ്യാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിൻ്റെ ആ ടിപ്സൊക്കെ പറഞ്ഞതിന് ശേഷം നമുക്ക് ആ റുട്ടീൻ പറയാം. പിന്നെ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യണം, എങ്ങനെ നെഗറ്റീവ്സ് കുറയ്ക്കാം എന്നുള്ളതിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാം. ലെറ്റ്സ് ക്രാക്ക് ഇറ്റ് ടുഗെദർ. എല്ലാവർക്കും നീറ്റ് ആസ്പിരൻസ് പറഞ്ഞാൽ കുറേ സ്വപ്നം കാണുന്ന ആൾക്കാരാണ്, ഭാവിയിലേക്ക് കുറേ സ്വപ്നം കാണുന്ന ആൾക്കാരാണ്. നമ്മൾ വിചാരിച്ചാൽ നമ്മൾ ആഗ്രഹിച്ച ഒരു സാധനം നേടിയെടുക്കാം. ഇവൻ തോ MBBS അത്ര നല്ല സ്മൂത്ത് റോഡൊന്നുമല്ല, നിങ്ങൾ വിചാരിച്ച് ഇവിടെ എത്തുമ്പോഴും അത്ര അടിപൊളിയൊന്നുമല്ല. പക്ഷേ നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മൾ നേടിയെടുക്കുമ്പോൾ ഉണ്ടാവും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. പക്ഷെ ആ ഒരു സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ജസ്റ്റ് ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഈ നീറ്റ് ടോക്ക് സീരീസ് തുടങ്ങുന്നത്. സോ അങ്ങനെ ഇപ്പോൾ ബയോളജിയിൽ നമ്മൾ തീർത്ത് കഴിഞ്ഞു. ബയോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ബൈ.